السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. وعن جابر بن عبد الله رضي الله عنه قال رسول الله صلى الله عليه وسلم إذا أمن الإمام فأمنوا من وافق تأمينه وتأمين الملائكته غفر له ما تقدم من ذنبه متفق عليه. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഉടനീളം തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നിർബന്ധമായ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അഊദു ബിസ്മിയും ഇല്ലാത്ത ഫാത്തിഹ സ്വീകരിക്കില്ല. നമസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അത് പതുക്കെ ഓതിയാൽ മതി. ഇനി ഉറക്കി ഓതിയാലും കുഴപ്പമില്ല. അമ്മാരുടെ തഫ്സീർ വായിച്ചാൽ അറിയാം, ഒരാൾ ഉറക്കി ഓതി നമസ്കാരത്തിൽ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ പ്രവാചകൻ തന്റെ ശരീരം കേൾക്കുമാറാണ് ഓതി, പക്ഷെ ഓതണം. ഇന്നിപ്പോ സുബഹി നിസ്കാരത്തിൽ 2 റക്അത്തിൽ അഊദു ബിസ്മി നമ്മൾ കൃത്യമായിട്ട് ഓതിയോ? കാരണം ബിസ്മി റുക്നാണ്. അത് മാത്രമല്ല, അഊദു ഓതൽ നിർബന്ധമാണെന്നാണ് ചില പണ്ഡിതന്മാർ പഠിപ്പിച്ച ആയത്തുണ്ടല്ലോ, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. നിങ്ങൾ ഖുർആൻ ഓതിയാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അതല്ലാത്തപ്പോൾ ഖുർആൻ ബിസ്മി കൊണ്ട് ഖുർആൻ ആരംഭിക്കരുത്. എപ്പോ ഖുർആൻ ഓതിയാലും അഊദു ബിസ്മി ഓതണം. അഊദു ഖുർആന്റെ കൽപ്പനയാണ്. ബിസ്മിയോ ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. അതുകൊണ്ട് ഫാത്തിഹ ഓതുമ്പോ അഊദു ബിസ്മി ഓതിയിരിക്കണം, നിർബന്ധമാണത്. ആ ഫാത്തിഹയുടെ അവസാനം ആമീൻ പറയണം നിർബന്ധമായ നമസ്കാരങ്ങളിൽ. അങ്ങനെ നിർബന്ധമായ നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഇദാ അമ്മനൽ ഇമാമു, ഇമാമും ആമീൻ പറഞ്ഞാൽ. എന്നാൽ ഫാത്തിഹയിൽ ആമീൻ ഇല്ല. ആമീൻ ഫാത്തിഹയുടെ ആയത്തിൽ പെട്ടതുമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം ആ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തപ്പോ അവസാനം വന്നപ്പോ നബി ഓതി നിർത്തി വലല്ലാഹീൻ, ജിബ്രീൽ ആമീൻ പറഞ്ഞു. അതാണ് അതിന്റെ തെളിവ്. പിന്നെ പഠിക്കണം. ആദ്യമായി ഇറങ്ങിയ വചനം 96-ാം അധ്യായം സൂറത്തുൽ അലഖ് അല്ലേ? എന്റെ ഖുർആനിൽ 1-ാമത്തെ അധ്യായം ഫാത്തിഹ ആയിട്ട് കൊടുത്തത്. റമദാന്റെ തഫ്സീർ വായിച്ച് പഠിച്ചോളാം. എന്തുകൊണ്ടാണ് ഫാത്തിഹ 1-ാമത്തെ സൂറത്തായത്? 1-ാമത് അവതരിച്ചതല്ലല്ലോ, പഠിക്കേണ്ട സൂറത്താണത്. അപ്പൊ ഇമാം ആമീൻ പറഞ്ഞാൽ പുറകിൽ നിൽക്കുന്ന ആളുകൾ ആമീൻ പറയണം. അപ്പോഴത്തേക്ക് ഫാത്തിഹ തീരണം. ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതി വരണം. ഇമാമിന്റെ ആമീനും മഅ്മൂമിന്റെ ആമീനും മലക്കുകളുടെ ആമീനും ഒരുമിച്ച് വരണം. ഒരുമിച്ച് വന്നാൽ അപ്പൊ എന്ത് വേണം? ഫാത്തിഹ കിട്ടുന്ന രൂപത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. കഴിഞ്ഞുപോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും. അപ്പൊ മഗ്രിബ്, ഇശാ, സുബ്ഹി, ജുമുഅ പിന്നെ മറ്റുള്ള ജമാഅത്ത് നമസ്കാരങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ഇമാമിനോടൊപ്പം 8 കാര്യങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കേണ്ടത്. ജമാഅത്തിനും 27 ഇരട്ടി പ്രതിഫലം ഉണ്ടല്ലോ, അത് കിട്ടാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇമാമ് കൈകെട്ടി കഴിയുമ്പോൾ കൈകെട്ടാൻ ഇവിടെ ഉണ്ടാവണം. ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നിസ്കാരത്തിൽ പ്രവേശിക്കണം. ഇമാമ് ആമീൻ പറയുമ്പോ ആമീൻ പറയണം. അവിടെയാണ് 27 ഇരട്ടി പ്രതിഫലം കിട്ടുക. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഫോൺ കോൾ വന്ന് അതിങ്ങനെ സംസാരിച്ച് ഇവിടെ ജമാഅത്ത് അടക്കുകയാണ്, അതിങ്ങനെ സംസാരിച്ച് ആ ഭൗതികമായ കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സൗകര്യത്തിന് പള്ളിയിലേക്ക് വന്നിട്ട് കിട്ടില്ല. സമയം അല്ലാഹു നിസ്കാരത്തിന് പഠിപ്പിച്ചത് അനുസരണ ഉണ്ടാവാനാ.
സമയം പാലിക്കാനാണ്, സമയം പാലിച്ചുകൊണ്ട് സഞ്ചരിക്കാനാണ് നിസ്കാരം കൃത്യമാക്കിയത്. ഇല്ലെങ്കിൽ പിന്നെ ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിച്ചാൽ പോരല്ല. നമ്മുടെ ജീവിതത്തിൽ സമയത്തിന്റെ വില അറിയിക്കാൻ വേണ്ടിയാണ് ഇബാദത്തുള്ളത്. കൃത്യമായ ബാങ്ക്, കൃത്യമായ ഇഖാമത്ത്, ചിട്ടയാണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇമാമിനോടൊപ്പം ആദ്യം പറയുക, പാപമോചനങ്ങൾ നേടിയെടുക്കുക. റഹ്മാനായ റബ്ബ് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربونا صغارا السلام عليكم ورحمة الله وبركاته.